ജെൻസി എന്നത് ഒരുപോലെ ചിന്തിക്കുന്ന തലമുറയില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന, പഴയ ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുന്ന, പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന തലമുറയാണ്. ഇന്ന് നമ്മുടെ കൂടെ ടോക്ക് വിത്ത് ജെൻസിയിലുള്ളത് ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് നടത്തിയ സമരങ്ങളിൽ ഓർഗനൈസേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച 3 പേരാണ്. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സമരങ്ങളുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾ 3 പേരും എത്തിയതെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഓർഗനൈസേഴ്സ് എന്നുള്ള വേർഡ് കറക്റ്റ് അല്ല. ഞങ്ങളെല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തു എന്ന് മാത്രമാണ്. ഇനീഷ്യേറ്റേഴ്സ് എന്നുള്ളതാണ് കുറച്ചും കൂടെ ആക്യുറേറ്റ്. എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്തത് ഞങ്ങളെല്ലാവരും അവിടെ വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആണ് അത് ഓർഗനൈസ് ചെയ്തത്. കാരണം ലൈക്ക് ഞങ്ങൾ അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അത് ഓർഗനൈസ് ചെയ്ത് എന്താ പറയുക, ആ ഒരു പ്രൊട്ടസ്റ്റ് ലൈക്ക് അവിടെ സംസാരിച്ചതും ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന ആൾക്കാർ അങ്ങനെ ആധികാരികമായിട്ടൊന്നുമല്ല. അവിടെ വന്നു ചേർന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടും ഈ നീറ്റ് എക്സാം എഴുതിയ ആൾക്കാരായിട്ടും അതേപോലെ തന്നെ ടീച്ചേഴ്സായിട്ടും അങ്ങനെ അവിടെ എത്തിയ എല്ലാവരുമാണ്. എല്ലാവരും ഈക്വലി ഓർഗനൈസേഴ്സ് ആണുള്ളൊരു. അതെ, എക്സാക്ട്ലി. ഞങ്ങൾ ജസ്റ്റ് ഈ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അതിലെത്തിപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നിരഞ്ജനായിരുന്നു അത് ഫസ്റ്റ് ടൈം ഈ ഒരു പേജ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ. അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആക്ച്വലി. ഞാനിതേപോലെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ട് പൊളിറ്റിക്കലി അവെയർ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്നാലും നമുക്ക് ഈ സ്റ്റോറീസ് എന്നുള്ളൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ഓരോ ദിവസവും കാണുന്നുണ്ട് സ്റ്റുഡൻസിനെതിരെയുള്ള അക്രമങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഒരു റേജ് ഉണ്ടാവും ഉള്ളിൽ. അത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇതിലും കൂടുതൽ ചെയ്യണം, സ്റ്റോറീസിൻ്റെ അപ്പുറം ചെയ്യണം എന്നുള്ള തോട്ടിലായിരുന്നു ഞാൻ. എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നോക്കി സെർച്ച് ചെയ്ത് പോയത്. ഇനീഷ്യേറ്റീവ് എടുക്കാന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഈ അക്കൗണ്ട് കോഴിക്കോട് ഫോർ സ്റ്റുഡൻസ് എന്നുള്ള അക്കൗണ്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി അങ്ങനെ നിരഞ്ജനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. നിരഞ്ജനായിരുന്നു നമുക്ക് മനസ്സിലായി, നിരഞ്ജന അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് ക്രിയേറ്റ് ചെയ്ത ആള്. അങ്ങനെ അപ്രോച്ച് ചെയ്ത് എനിക്കും എന്താ പറയുക മെമ്പർ ആവണം, ഒരു കോറായിട്ടുള്ള മെമ്പർ ആവണം, ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിക്ക് കാരണം അങ്ങനെ പരിചയപ്പെട്ട് കയറി എത്തിയാണ്. അതേപോലെ എല്ലാവരും ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ കൂടി ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെ എത്തിപ്പെട്ടാണ് കമ്മ്യൂണിറ്റിയിലേക്ക്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് നടന്നപ്പം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, ഞാൻ കാലിക്കറ്റിലില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ഷെയർ ചെയ്യുന്ന പ്രൊട്ടസ്റ്റ് കാലിക്കറ്റിൽ നടന്നത്, അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു, അത്ര ഹൗ പീപ്പിൾ ഷോഡ് അപ്പ്, അതൊക്കെ കണ്ടപ്പം ഒബ്വിയസ്ലി ഉള്ളിൽ ഞാനിവിടെ കാലിക്കറ്റ് തന്നെ ആയതുകൊണ്ട് ഒരു ഷോ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടേനു. എങ്ങനെയെങ്കിലും എൻ്റെ സപ്പോർട്ട് അവിടെ എത്തണം എന്നുള്ളൊരു ഇത്. അപ്പം ഈ സെയിം ഇവർ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ കണ്ടുപിടിച്ച് എന്നിട്ട് വോളണ്ടിയറിങ് ചെയ്യണം എന്നൊരു മെസ്സേജ് കമ്മ്യൂണിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് അങ്ങനെ ഞാൻ ചാടിക്കയറി പേര് കൊടുത്ത് പിന്നെ പോയപ്പോഴാണ് ഇവരെല്ലാവരും പരിചയപ്പെടുന്ന. അവിടെ ലൈക്ക് ഇവർ പറഞ്ഞ പോലെ ഇനിഷ്യേറ്റീവ് കൊടുത്ത് ബട്ട് എല്ലാവരും അവരുടേതായ പണിയെടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ വോളണ്ടിയറിങ്ങിന് ചേർന്ന് കയറിയതാ. ഇപ്പോൾ ഈവൻ ഇങ്ങനൊരു തീരെ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഒരു മൊമെന്റിൽ ചേരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടസ്റ്റിന് വന്നവരുടെ എല്ലാവരുടെയും ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മൊമെന്റിൽ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ആ സമരത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാനവിടെ വന്ന സമയത്ത് എനിക്ക് ആരെയും മുഖം കണ്ട് പരിചയമില്ല. ഞാനവിടെ നീറ്റ് ഓൺലൈനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് നിരഞ്ജനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല, കണ്ടിട്ടില്ല. ഇവൾക്ക് പോലും അറിയില്ല ഞാൻ ആരാന്നുള്ളത്. ഞാൻ അവിടെ എത്തി, ഇവളെ കണ്ടു. നേരത്തെ നമ്മളെല്ലാവരും ചാറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും തമ്മിലാണ്. ഷി വാസ് ലൈക്ക് എന്താ പറയുക, കുറച്ചിങ്ങനെ എടുത്ത് സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ലൈക്ക് ഷി വാസ് ഡീലിംഗ് പീപ്പിൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഷീ മസ്റ്റ് ബീൻ കൺട്രോൾ, അവൾക്ക് അറിയുന്നുണ്ടോ എന്ന് വിചാരിച്ച് നിരഞ്ജനെ മാത്രമേ എനിക്ക് അത്രയും അറിയുള്ളൂ. പിന്നെ നിരഞ്ജന ഞാൻ ഇതിന് ഈ പോകുന്നതിനിടയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും നമുക്ക് അവരാരെയും തമ്മിൽ അറിയില്ലായിരുന്നു. അത്രയും എന്താ പറയുക, സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു ഞങ്ങൾ. ആ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക ഇനിഷ്യേറ്റീവ് സമയത്ത് പോലും നമുക്കറിയില്ല ഇത് നടക്കും എന്നുള്ളത്. പക്ഷേ സംഹൗ ലൈക്ക് ഇറ്റ് ആൾ എന്താ പറയുക ഫെൽ ത്രൂ അങ്ങനെ രീതിയിൽ നടന്നു എന്നുള്ളതാണ്. സ്ട്രേഞ്ചേഴ്സ് തന്നെ ഞാൻ അറിയില്ല, ഇതേപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവനോടൊക്കെ ഞാൻ നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവനൊന്നും കണ്ടിട്ട് മനസ്സിലായി. ഞാൻ ഇവൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
സോഡി എന്ന് പറഞ്ഞപ്പോഴാണ് ഓ Yeah. നീയാണോ ആ ഒരു അതെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ആർക്കും ആരെയും അറിയില്ല എന്നുള്ളൊരു അതെ. ഫോർഗെറ്റബിൾ മൊമെന്റ്സ് തന്നെയാണ് ആക്ച്വലി മൊത്തം എല്ലാം. കാരണം എന്ന് വെച്ചാല് നമ്മൾ മൂന്നാൾക്കാർ വെരി സ്മോൾ പോർഷൻ ഓഫ് പീപ്പിൾ ഹു ആർ ആക്റ്റീവ്ലി ഇൻ ദ പ്രൊട്ടസ്റ്റ്. എന്ന് വെച്ചാൽ ഒന്നത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ചേർന്നപ്പോൾ ഗ്രൂപ്പിൽ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിയെന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസും അതിൽ ചേർന്ന എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആയിട്ടാ എല്ലാം ഡിസ്കസ് ചെയ്യണത്. ഇപ്പൊ ഈ സ്ലോഗൻസിന്റെ കാര്യമായാലും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആദ്യമായിട്ടാണ് ഇതുവരെ അതെ ആദ്യമായിട്ടാണ്. കാണാതിരിക്കുന്നത്. പക്ഷെ ഇറ്റ് ഫീൽ ലൈക്ക് ദാറ്റ്. നമുക്കൊക്കെ ഒരു അറിയണ പോലെ തന്നെ, കാരണം ആശയങ്ങളിലൂടെയാണോ അല്ലെങ്കിൽ ഇതിന്റെ ഈ ഫൈറ്റിലൂടെ നമ്മൾ ഒന്നിച്ചാണോ എന്നുള്ള അറിയില്ല. എന്നാലും എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു അവിടെ. ഉം. ആ ഒരു ഗ്രൂപ്പിലായാലും അവിടെ പ്രൊട്ടസ്റ്റിലായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല രീതിക്ക് പരിചയപ്പെടുന്നു, ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും നോക്കി കോർഡിനേറ്റ് ചെയ്യുന്നു. എല്ലാവരും അവരെന്നെ ഏറ്റെടുത്തു റെസ്പോൺസിബിലിറ്റീസ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിങ്ങനെ നിർത്തേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഓരോ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്ത് നല്ല സിവിക്കായിട്ട് എല്ലാം കീപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് അങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. കുറെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, എന്താ പറയാ, യുണീക്ക്. എല്ലാവരും ഒരു രീതിക്ക് നല്ല അടിപൊളിയാണ്. അങ്ങനെ കുറെ പേഴ്സണാലിറ്റീസ് ആണ്. ഇറ്റ്സ് ഓൾ ഫൺ, വെരി ഫൺ. ഇപ്പം ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് നോക്കുകയാണെങ്കിലും സെയിം അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത കുറേ പേര് വരുന്നു, എല്ലാവരും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. അവിടെ അവിടെ ബന്ധങ്ങൾ ഉണ്ടാവുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രൊട്ടസ്റ്റിന് ഇല്ലാത്തതുകൊണ്ട് ഈ വോളണ്ടിയറിന്റെ ഗ്രൂപ്പിന് ചേർന്നപ്പം ഇൻ മൈ ഹെഡ് ടൈമിലേക്ക് ഓക്കെ ഇവരെല്ലാവരും ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കും. ഞാൻ റൂമിൽ ആദ്യം കയറിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, നല്ല കമ്പനി. അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇവരൊക്കെ ആദ്യം ഫ്രണ്ട്സ് ആയിരിക്കും, ഞാനെങ്ങനെ ഇപ്പൊ ജോയിൻ ചെയ്യുക. പക്ഷെ ലൈക്ക് വിത്തിൻ ഒരു 20 minutes എല്ലാവരുടെ അടുത്തും അത്രയും ക്ലോസ് ആയി. അല്ലെ ഒരു ഓക്വേർഡ്നെസ്സും ഇല്ല. എല്ലാവർക്കും അവരവരെ പണിയുണ്ട്, എന്താ ചെയ്യേണ്ടത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു പോകുന്നതാണ്. സോ ഇറ്റ്സ് റിയലി റിഫ്രഷിങ് അങ്ങനെ ഒരു നമ്മളെ ജനറേഷനിൽ നിന്ന് കാണാൻ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഈ ഒരു ജനറേഷൻ്റെ പൊതുവേ ഉണ്ടായിരുന്നുള്ള ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെല്ലാ പൊളിറ്റിക്കൽ നിലപാടെടുക്കുന്നതിനായാലും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നതിലും എല്ലാം സോഷ്യൽ മീഡിയ വഴി മാത്രം ഷെയർ ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ആക്ഷേപം പൊതുവേ നമ്മുടെ ഒരു ജനറേഷന് നേരെ മുന്നത്തെ ജനറേഷൻ അടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഡൽഹിയിലെ സമരം നടന്ന സമയത്ത് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ണി റീൽസിലൂടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ പ്രൊട്ടസ്റ്റ് ഡീൽ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രം അഭിപ്രായം രേഖപ്പെടുന്നവരല്ല, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കാം എന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് ഇത് എങ്ങനെയാണ്, എത്രത്തോളം എല്ലാ കാര്യത്തിലും ഇത് പ്രാക്ടിക്കലായിരിക്കും തോന്നുന്നുണ്ടോ? വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മീഡിയേനെ നാഷണൽ മീഡിയാസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അവർ ഒരുപാട് പല രീതിയിൽ ഇത് ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ആൻറ്റി നാഷണലിസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇതിനെതിരാണ്. അത് അവരവിടെ ഫേക്ക് ആയിട്ട് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോ എടുക്കുന്നതും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത്. അല്ലാണ്ട് ഏത് നാഷണൽ മീഡിയാസ് പോലും, ലൈക്ക് ഓൺലൈൻ മീഡിയാസ് കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ. അല്ലാണ്ട് ഈ നാഷണൽ മീഡിയാസ് എന്ന് പറയുന്ന ആരും എന്താ പറയുക മാധ്യമധർമ്മം പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ലൈക്ക് കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഷാഡോ ബാൻ വരുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ണി ആയിട്ടുള്ള അതേപോലെ തന്നെ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലത്തെ കോണ്ടന്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ ഫണ്ണി മറ്റേ സബ്വേ സർഫിന്റെ ഒക്കെ ഒരുപാട് റീൽസ് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ എന്താ പറയുക പുഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഒരുപാട് ഇതിനെപ്പറ്റി അവെയർ ആവും എന്നുള്ളത്. പിന്നെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ വീഡിയോസ് ചിലപ്പോൾ കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ചിരിച്ചുകൊണ്ട് തന്നെ ഡീൽ ചെയ്യാം. പിന്നെ നമ്മുടെ ആശയങ്ങൾ അങ്ങനെയാണല്ലോ, ലൈക്ക് സമാധാനപരമായിട്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു വയലൻസ് കൊണ്ടുവന്നത് ആക്ച്വലി. അപ്പോൾ ഫണ്ണി എന്നുള്ളതിൽ തെറ്റില്ല എന്നുള്ളതാണ്. നാഷണൽ മീഡിയ ചെയ്യേണ്ട പണിയാണ് ശരിക്കും സോഷ്യൽ മീഡിയ എടുത്തതെന്നുള്ളൊരു വിമർശനമുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ഇത്രയും വലിയ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്ര നാഷണൽ മീഡിയ അത് കവർ ചെയ്തു, ഏത് രീതിയിൽ കവർ ചെയ്തു എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ആ റോള് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സമരം ഇത്രയും കൂടുതൽ എല്ലാ ആളുകളും ഇപ്പം എല്ലാവർക്കും ഒരുപക്ഷെ ഡൽഹിയിൽ പോയിട്ട് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാകാൻ പറ്റണമെന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറിയ കുട്ടികളിൽ വരെ എത്ര സമരം നടക്കുന്നുണ്ട്, ഇത് നമ്മുടെ കൂടെ അവകാശമാണ് എന്നുള്ളൊരു സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനൊരു ഡൗട്ടും ഇല്ല. ബിക്കോസ് എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് നമുക്ക്
വി റീച്ച്ഡ് എ പോയിന്റ് വേർ നമുക്ക് ന്യൂസ് ചാനൽസ് വരെ വിശ്വസിക്കണോ ഇത് തെറ്റാണോ ശരിയാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയായിരുന്നു. അപ്പം നമ്മള് ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര് ജന്തർ മന്ദിറിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും വെരി എഡ്യൂക്കേഷണൽ ആയിരുന്നു. സോ ഐ തിങ്ക് അത് എന്തായാലും ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് അങ്ങനെ. നമ്മളിപ്പോ ഓരോ ജനറേഷൻ എടുത്തു നോക്കിയാലും എല്ലാവർക്കും ഓരോ ഓൺ വേസ് ഉണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ജെൻസിന്റെ ഇടയിൽ ഇപ്പോൾ യൂത്തിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ഇതെല്ലാം സംഭവിച്ചു വരാന്നു ഇതൊക്കെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു നല്ല സംഭവമാണ്. കാരണം എല്ലാവരും ഇപ്പൊ ന്യൂസ് മീഡിയ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ, കാരണം ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കും, ജനറൽ പ്രൊട്ടസ്റ്റ് നീറ്റിന്റെ സംഭവം നടന്നപ്പോൾ അത്രയും മെയിൻ സ്ട്രീം മീഡിയ അത്രയും ബ്ലേറ്റന്റ് ആയിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു രീതിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മീഡിയാസ് ഒന്നും മര്യാദക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിയ ന്യൂസൊക്കെ ഫുൾ എന്താ പറയാ, നമ്മളിവിടെ ഒരു വീഡിയോസ് കാണുന്നുണ്ട്, ഇവര് സ്റ്റുഡൻസ് ഓൺ സൈറ്റ് നിന്ന് പ്രൊട്ടസ്റ്റ് സൈറ്റിൽ നിന്ന് അവരെടുത്തിരുന്ന വീഡിയോസ്, പോലീസിന്റെ അട്രോസിറ്റീസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ നേരിട്ട് കണ്ടു. വി ആർ വാച്ചിങ് വിത്ത് അവർ ഓൺ ഐസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം മീഡിയ ഇതൊന്നും കവർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, കവർ ചെയ്യുന്നില്ല മാത്രമല്ല, ദർ ഓൾസോ എന്താ പറയാ ഡൈവേർട്ടിങ് വേറെ narrative കാണിക്കുകയും പോലീസ് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്തത്, പോലീസിനെ അറ്റാക്ക് അതെ. ചെയ്തത് ഇത്ര പോലീസുകാർക്ക് ഇത്ര ഒരു അങ്ങനെയുള്ള ഹെഡ്ലൈൻസ് രീതിയിലാണ് എടുക്കണതും പറയുന്നത്. കവർ ചെയ്തില്ല മാത്രല്ല അത് ഡൈവേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളൊരു ഷെയിംഫുൾ വേയിൽ ഒരു കാണിക്കാനുള്ള ഒരു മോട്ടീവ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് സോഷ്യൽ മീഡിയ അത്ര സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളെ ഒപ്പീനിയൻസ് വർ ഹേർഡ് എന്ന് പറയാം. നമ്മള് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമില്ല അതിലെ പക്ഷെ അതായത് കൊണ്ടാണ് നമുക്ക് പലർക്കും സത്യാവസ്ഥ മനസ്സിലായത്. പലർക്കും ഇതിങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് സംഭവം കിട്ടി, ഇതിനെ നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ അത് മനസ്സിലായതും എല്ലാവരും അവരവർക്ക് രീതിക്ക് തന്നെ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് സോഷ്യൽ മീഡിയ ത്രൂ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഭവം ഉണ്ട്. ആർക്കും ഒരു ഹെൽപ്ലെസ് സംഭവം വരില്ല അവിടെ. ഇതൊക്കെ ഒരു അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് വെരി ഗുഡ് ഇൻ ഇറ്റ്സ് ഓൺ വേ. ഇതിപ്പോ കോഴിക്കോട് വന്ന കാര്യം പറഞ്ഞല്ലോ, ഭയങ്കര ഒരു ഇതായിട്ടുള്ള വൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയിലേക്ക് പോകണമെന്ന് തോന്നിയായിരുന്നു? ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് കഴിഞ്ഞപ്പോ ലൈക്ക് ഐ വാസ് ഓൾമോസ്റ്റ് റെഡി. ലൈക്ക് എന്താ രണ്ടാമത്തെ പ്രൊട്ടസ്റ്റ് കൂടെ കഴിഞ്ഞ ഓക്കെ ഞാൻ ഡൽഹിക്ക് പോവാം. എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഞാൻ ഫണ്ട് ചെയ്യാം, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഐ വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓ വെക്കണ്ടായിരുന്നു എന്നാണ് ആദ്യം തോന്നുന്നത്. പക്ഷെ ഇനിയൊരു അവസരം വന്നു കഴിഞ്ഞാൽ പോവാം. ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾ കോഴിക്കോട് അന്ന് പ്രൊട്ടസ്റ്റിന് വന്ന എല്ലാവർക്കും എല്ലാവർക്കും ഡൽഹിയിൽ പോകണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു വേ ഉണ്ടാക്കി നമ്മൾ സോളിഡാരിറ്റി കാണിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ട്. ഇത്ര സ്ട്രെങ്ത് ഉണ്ട് അവിടെ. ഡൽഹിയിൽ സ്റ്റുഡൻസിനെ അവര് വോയിസ് റേസ് ചെയ്തപ്പോൾ അത് അടിച്ചമർത്തി, അവരെ അവിടെ അടിച്ചമർത്തി നമ്മൾ ഇവിടെയും വോയിസ് റേസ് ചെയ്യുന്നുള്ളൊരു സംഭവമാണ് നമ്മൾ മെയിൻലി കൊണ്ടുവന്നത്, സോളിഡാരിറ്റി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുന്നത്തെ ഒരുപാട് നമ്മുടെ പ്രൊട്ടസ്റ്റുകളുടെ രീതിയൊക്കെ മാറിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുന്നത്തെ ഒരു 10-20 വർഷം മുന്നത്തെ അല്ലെങ്കിൽ മുന്നത്തെ ഒരു ജനറേഷൻ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇനി ഇത്തരത്തിലുള്ള സമരങ്ങളായിരിക്കും നമുക്ക് വേണ്ടി വരുവാന്ന് തോന്നിയിട്ടുണ്ടോ? ഡിപ്പെൻസ് ബി ഓണസ്റ്റ്. ആ ഒരു സിറ്റുവേഷനും എന്തിനാണ് സമരം ചെയ്യുന്നതെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ്. സോഷ്യൽ മീഡിയക്ക് എന്തായാലും എനിക്കൊന്ന് പൂർണ്ണമായിട്ടൊരു വലിയ റോൾ ഇനി വരുന്ന സമരങ്ങളിൽ ഉണ്ടാവും. അത് നമ്മളെ ഈവൻ ദോ നമ്മളെ ജനറേഷനിൽ ഈ പൊളിറ്റിക്സും ലൈക്ക് ജനറൽ വാട്ട്സ് ഹാപ്പനിങ് നമ്മളെ കൺട്രിയിൽ നിന്ന് അറിയുന്ന കുറവായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ ത്രൂ എസ്പെഷ്യലി ഈ പ്രൊട്ടസ്റ്റ് ത്രൂ എല്ലാവർക്കും അറിയാം എന്താണ് നമ്മളെ നേഷനിൽ നടക്കുന്ന, നമ്മളെ വേ വി സ്റ്റാൻഡ്, നമ്മൾ ആരെ സൈഡാണ്. ഒരു സ്റ്റുഡൻസിന് ഇത്ര അട്രോസിറ്റീസ് അയച്ചതും എല്ലാം എവ്രി വൺ നോസ്. അപ്പൊ അത് ഇത്ര ഈസിലി ഷെയർ ചെയ്യാൻ പറ്റും എന്ന് അത്രക്കും ആൾക്കാർ അറിയുകയും ചെയ്യും. സോ സോഷ്യൽ മീഡിയ ഇസ് ഓൺലി ഗുഡ് അങ്ങനത്തെ ഒരു സെൻസിൽ. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വിഷയമല്ലാതെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് സമരങ്ങൾ ഈ സമയത്ത് തന്നെ ഈ ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റുഡൻസ് റിലേറ്റഡ് ആയാലും യൂത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പൊതുവിഷയങ്ങളിലായി കഴിഞ്ഞാലും. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കകത്തും ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുക ഭയങ്കര ടഫായിട്ടുള്ളൊരു, കാരണം ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് കമ്മ്യൂണിറ്റീസും ഒരുപാട് തരത്തിലുള്ള ആൾക്കാരും ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക? മെയിനായിട്ടും സ്റ്റുഡൻസ് ഇഷ്യൂ എന്നുള്ള രീതിയിലേക്കായിരിക്കുമോ,
ഈ ജെൻസി ഈ ഒരു ജനറേഷന്റെ സപ്പോർട്ട് എത്തരത്തിലുള്ള വിഷയങ്ങൾക്കായിരിക്കും കിട്ടാൻ തോന്നിയിട്ടുണ്ടോ? ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് മെയിൻലി എഫക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. നമ്മുടെ സോളിഡാരിറ്റി കാണിക്കുന്ന രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആണ് മെയിൻലി വിഷയം വന്നത്. ഇപ്പോൾ ഇവിടെ പ്രൊട്ടസ്റ്റിൽ മെയിൻലി കണ്ട സ്റ്റുഡൻസിനെ ആണ് മെയിൻലി ഒരു മേജർ പോർഷൻ. എന്നുവെച്ചാൽ സ്റ്റുഡൻസിൻ്റെ എല്ലാത്തൊരു ഇടപെടില്ല എന്നല്ല കേട്ടോ. ഓഫ്കോഴ്സ് സോളിഡാരിറ്റി നമ്മൾ എന്തായാലും കാണിക്കും. പക്ഷെ ഇപ്പം എല്ലാത്തിലും ഒരേപോലെ എന്താ പറയുക കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ്ലി എന്താ പറയുക ഇപ്പോൾ പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിക്ക് നടത്തല് അതൊരു പോസിബിൾ ആയുള്ള അതെ, കാര്യം. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എസ്പെഷ്യലി നമ്മളിപ്പോ തുടങ്ങിയ പാടായോണ്ടും ലൈക്ക് നമ്മളെല്ലാരും സ്റ്റുഡൻസ് എല്ലാം അതെ. ആയതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. Limitations ഉണ്ട്. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. പക്ഷെ പക്ഷെ നമ്മൾ ആ റോളിൽ നമ്മൾ എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം വേറെ ഇഷ്യൂസ് വന്നാലും നമ്മൾ പരമാവധി അതും ഷെയർ ചെയ്യുന്നുണ്ട്. ആൾക്കാർ നമുക്ക് പറ്റുന്ന രീതിക്ക് അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവും. മെയിൻലി ഒരു സോളിഡാരിറ്റി കാണിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റുഡൻസിനെ എഫക്ട് ചെയ്യുന്നത് ഈ നീറ്റിൻ്റെ സംഭവമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഇത് അതായിരുന്നു. അപ്പോൾ അല്ലാണ്ട് നമ്മളെല്ലാത്തിലും ആക്റ്റീവായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സോളിഡാരിറ്റി കാണിക്കും. പക്ഷെ എല്ലാത്തിലും ഒരേപോലെ ഉള്ളൊരു എഫേർട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. വിത്ത് ഒപ്രസ്ഡ് അത്രേ ഉള്ളൂ. അതെ, ഒപ്രസ്ഡ് ആയ ആൾക്കാരുടെ കൂടെ സോളിഡാരിറ്റി കാണിക്കുക എന്നുള്ളൊരു ഇതാണ്. പിന്നെ ചോദിക്കാനുള്ളത് ജെൻസിന്റെ ഭാഷ കൂടുതൽ ഇപ്പം ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് ഈ പ്രൊട്ടസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലക്കാർഡ്സിലാണെങ്കിലും അവരവിടെ പുറത്തിട്ട വീഡിയോസ് അങ്ങനത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ജെൻസി പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് കണ്ടൊരു പ്ലക്കാർഡാണ് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് പോലും എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടില്ല, അതിന് ഉപരിയായിട്ട് NDA ചീറ്റ് ചെയ്തു അങ്ങനത്തെ കേൾക്കുമ്പോൾ ഫണ്ണായിട്ട് തോന്നും. പക്ഷെ അതൊക്കെ ഒരു ജെൻസി വേ ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ അപ്പൊ ഈ ഒരു ജെൻസിന്റെ ഭാഷയായിട്ട് വന്ന മാറ്റം അതൊക്കെ ഈ പ്രൊട്ടസ്റ്റിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഹ്യൂമർ എപ്പോഴും പ്രൊട്ടസ്റ്റ് എന്നല്ല, ഏത് റവല്യൂഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എന്ത് നടന്നു കഴിഞ്ഞാലും ഹ്യൂമർ എപ്പോഴും അതിന്റെ ഭാഗമാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ മുൻഷി ഭയങ്കര ഒരു എക്സാമ്പിളാണ്. അത് എപ്പോഴും പൊളിറ്റിക്സ് സംസാരിച്ചു, പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ഹ്യൂമറിലൂടെ പൊളിറ്റിക്സ് സംസാരിച്ചു. നമ്മുടെ ഹ്യൂമർ പറയുന്നു എന്നുള്ളതാണ്. അത് ഓഡിയൻസ് നമ്മളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹ്യൂമർ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് മുന്നേ കാലത്തിലുള്ള ഹ്യൂമർ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് കണക്ട് ചെയ്തോളണം തന്നെ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നമ്മളാണ്, അല്ലെങ്കിൽ ആ ഹ്യൂമർ പറയുന്നതും നമ്മളാണ്, കേൾക്കുന്നതും നമ്മളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഷ ആ രീതിയിലാക്കി എന്നുള്ളത് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. അതെ, അത് നല്ലൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ ജനറേഷൻ ഓരോ വേ ഉണ്ടാവും. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ മുന്നത്തെ ഹ്യൂമർ ആയിരിക്കില്ല ഇപ്പോഴുള്ള ഹ്യൂമർ ഒബിയസ്ലി. പിന്നെ ഇപ്പം നമ്മൾ ആൾക്കാർ എന്തൊക്കെ സ്ലാങ് ആണോ ഹ്യൂമറാണോ ഇപ്പോൾ ഉള്ളത് നിലവിൽ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യലാണ്. അത് വെച്ച് ചെയ്താലാണ് ആൾക്കാർ കുറച്ചുകൂടെ കണക്റ്റ് ആവുക, അല്ലേ? കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുക. അല്ല, ഇപ്പൊ ഇത്തരത്തിലുള്ള പ്ലക്കാർഡുകളും മീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴായാലും നമ്മളെക്കാളും കുറച്ചൊരു മുതിർന്ന ജനറേഷൻ അഡ്രസ് ചെയ്യുന്നതിനകത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. ഒരു പോയിന്റ് വരെ ഉണ്ടാവും. പക്ഷെ ഐ വുഡ് ഓൾസോ സേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു ഹ്യൂമർ മാത്രമാണ് പ്രൊട്ടസ്റ്റിൽ നടത്തുന്നത്. ഓൾസോ ആൾക്കാര് സീരിയസ് ആയിട്ടുള്ള വീഡിയോസ്, ഇൻഫർമേഷൻ, പ്യോർലി ഇൻഫർമേഷണൽ വീഡിയോസും ഇടുന്നുണ്ട്. സോ എല്ലാ ജനറേഷൻ ക്യാൻ വാച്ച്, മനസ്സിലാക്കാൻ മോർ ദാൻ. പക്ഷെ അവരും ശ്രമിക്കുന്നുള്ള ആളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. ഇപ്പൊ നമ്മളെ പ്രൊട്ടസ്റ്റിൽ അന്ന് ഒരു ഉമ്മ വന്നിരുന്നു, പ്രൗഡ് ഓഫ് യു ജെൻസി എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. നമ്മുടെ കൂടുതൽ ആരും ടീച്ചേഴ്സ് ഒക്കെ എല്ലാരും വന്നിരുന്നു. റീസെന്റ് പോസ്റ്റ് കണ്ടിരുന്നു, ലവ് ടു ജെൻസി, ലവ് ഫ്രം ജെൻ എക്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര എല്ലാ ജനറേഷനും പിന്നെ നമ്മൾ ഒബിയസ്ലി വരുന്ന ജനറേഷനാണ്, കാരണം അവരാണ് ഇനി ജീവിക്കാനുള്ളത്. ഇതിൽ മനസ്സിലായി, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. നമ്മളിനി അടുത്ത് വരുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നെല്ലാം കൂടിയിട്ടാണ്. അപ്പം എന്താ അതാണ് എല്ലാവരും നമ്മളെല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പണ്ടേ പ്രൊട്ടസ്റ്റ് ഒക്കെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ പറയാ ഇങ്ങനത്തെ ഒരു കറപ്ഷൻ ഉണ്ടാവരുത് എന്നുള്ള ഇതിലാണ് ഇനി തീരണം എന്നുള്ള രീതിക്ക്. അപ്പം ഒബ്വിയസ്ലി വളർന്നു വരുന്ന ജനറേഷൻ ആണ് കുറച്ചും കൂടെ. ഇപ്പം ജെൻസിന്റെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിനെക്കാട്ടും കൂടുതൽ ഡെമോക്രസി റീഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ ഉണ്ടായിട്ടും ഈ ഒരുപാട് കുട്ടികൾ മരിച്ച അല്ലെങ്കിൽ അത്ര അവരുടെ കരിയർ സ്പോയിൽ ചെയ്ത അത്രയും വലിയൊരു ഓർഗനൈസേഷന്റെ ഫെയിലിയേഴ്സ് ചൂണ്ടിക്കാണിച്ച ഒരു ഇഷ്യൂവിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. അപ്പം ഡെമോക്രസി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു സമരം കൂടെ ആയിരുന്നു ഇത്. അപ്പൊ ഇതിനോട് എന്താണ് ഒപ്പീനിയൻ?
സ്റ്റിൽ കംപ്ലീറ്റ്ലി പരിഹരിച്ചിട്ടില്ല. ഇല്ല. മൂപ്പരുടെ രാജി കൊണ്ട് മാത്രം കഴിഞ്ഞിട്ടില്ല. ഇതിനിയും സംഭവിച്ചു കൂടുതൽ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ ഇപ്പോഴും നമുക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ നമുക്കറിയാമല്ലോ. അതെ. അവര് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്തു എന്നുള്ള അതൊരു പ്രഷർ ഒഴിവാക്കാൻ വേണ്ടിയുള്ളത് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ പ്രൊട്ടസ്റ്റ് ഒന്നും തൽക്കാലം തൽക്കാലം. ഇതാക്കുക എന്നുള്ളത്. പിന്നെ ഇവര് റീപ്ലേസ് ചെയ്താണെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടെ കോമഡി ആയിട്ടുള്ള ആളാണ്, കുറച്ചുകൂടെ വേഴ്സ് ആയിട്ടുള്ള ഒരാളാണ്. ബട്ട് യു കാണ്ട് എക്സ്പെക്ട് ലൈക്ക് ഉം. എ സെയിം ഫ്രം ദം. അതെ. അതാണ് ഉള്ള നമ്മളെ ഒരു രീതിക്കും ഭയങ്കര വലിയ, ഐ മീൻ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വിൻ. യെസ്, ഒരു വിന്നാണ്, ഒരു സ്മോൾ വിന്നാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് നമ്മളെ എന്താ കൺട്രി എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈവൻ ഒരു ക്യാബിനറ്റ് പൊസിഷനിലുള്ള ഒരു മിനിസ്റ്ററെ റിസൈൻ ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. നമ്മള് ലൈക്ക് ഈ എന്താ ടീനേജേഴ്സ് ഏർലി 20s ഉള്ള ആൾക്കാർ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വോയിസ് മാറ്റേഴ്സ് എന്ന് വെരി ക്ലിയർ ആക്കാനാണ് നമ്മളെല്ലാരും ഇൻ സോളിഡാരിറ്റി. ഇത് ഇനിയും ചെയ്യാൻ പറ്റൂല നമ്മളോട്, നമ്മളടുത്ത ജനറേഷനോട് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു വോയിസ്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു കോൺട്രവേഴ്സി ആലോചിച്ചാൽ തന്നെ നമുക്ക് ഫണ്ട് മനസ്സിലാവും. വെറുതെ പാർട്ടികളെന്ന് സൂര്യകാന്ത് sir പറഞ്ഞ സമയത്താണ് ഇതൊക്കെ തുടങ്ങുന്നത്. അതന്നെ വലിയൊരു കോൺട്രവേഴ്സിയാണ്. അതിപ്പോ സാറിന് പോലെ എന്താ, അവർ വോയിസ് മാറ്റേഴ്സ് എന്നുള്ളായിരുന്നു ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ റിസൾട്ട്. നമ്മൾ ഫൈറ്റ് ചെയ്താൽ നമുക്ക് നടക്കും. പക്ഷേ അത് പ്രഷർ അവിടെ എത്തും, അവർക്ക് ചെയ്തേ പറ്റൂ. ചേഞ്ച് കൊണ്ടുവരേണ്ടവർക്ക് നടക്കില്ല. ഭയങ്കര രീതിക്ക് ഒന്നും മാറിയെന്നൊന്നുമില്ല, എന്നാലും യെസ്, ഇറ്റ്സ് എ സ്റ്റാർട്ട്, ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് ദി എൻഡ്. അങ്ങനെ 2 ദിവസം മുന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെന്റ്, ഇതിന് ശേഷം ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം രാജിവെച്ചത് ജെൻസിക്ക് വേണ്ടിയാണ്, ജെൻസിയോടൊപ്പമാണ് എന്നൊക്കെയുള്ള ഒരു പോളിഷ് സ്റ്റേറ്റ്മെന്റിലൂടെയാണ് മൂപ്പര് പറഞ്ഞത്. അതേസമയം മോദി ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഹൈ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ക്ഷണിച്ചിരിക്കുന്നു, ജെൻസിയോട് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു ഇത്തരം ഒപ്പീനിയൻസിനോടുള്ള നിങ്ങളുടെ ഒരു കൺസേൺ എന്താണ് അവര് ഞങ്ങൾ ക്ഷമിച്ചിട്ടില്ല. നമ്മള് ക്ഷമ ചോദിച്ചിട്ടുമില്ല. നമ്മള് ചോദിച്ചിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇട്ട പോസ്റ്റ് അനൗൺസ്മെന്റ് കണ്ടാൽ അത് വായിച്ചവർക്ക് മനസ്സിലാവും. അതിലൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. മൂപ്പര് പിന്നെയും പറയണത് എന്താ വെച്ചാല്, എന്താ ഞാനിത് റിസൈൻ ചെയ്തത് ആന്റി നാഷണലിസ്റ്റുകൾ വരാൻ പാടില്ല ഇനി എന്നുള്ള രീതിക്ക്, എന്തോ ഒരു പുണ്യം ചെയ്തുള്ള രീതിക്കാ പറയണത്. ഇപ്പൊ മോദിയുടെ ആണെങ്കിലും ആ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളാരും ചോദിച്ചിട്ടില്ല. മൂപ്പരെ ക്ഷമ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് ചേഞ്ച് ആണ്, നമുക്ക് വേണ്ടത് അക്കൗണ്ടബിലിറ്റി ആണ്. ഈവൻ സ്റ്റിൽ അവർ ആ NTA സിസ്റ്റം മാറ്റാൻ വേണ്ടി റിഫോം ചെയ്യണം, റിഫോം ചെയ്തേ പറ്റൂ. അതാണ് നമ്മളെ ആക്ച്വൽ ഫൈറ്റ്. ഇവരെ ഒരു എന്താ പറയാ ഹൈ ഫ്രണ്ട്സ് ഉള്ള വീഡിയോ ഒന്നല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ആക്ഷൻ ആണ് വേണ്ടത്. വി നീഡ് ചേഞ്ച്, വി നീഡ് അക്കൗണ്ടബിലിറ്റി. അത് രണ്ടും ഇവരടുത്ത് വന്നിട്ടില്ല, അതാണ് സംഭവം. ഇപ്പൊ ഈ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിലും മോദിയുടെ ആ വീഡിയോ ഒരുപക്ഷെ ഒരു റീസെന്റ് ടൈംസിൽ ഈവൻ ഈ പ്രൊട്ടസ്റ്റിനേക്കാളും ഭയങ്കര വേൾഡ് വൈഡ് റീച്ച് കിട്ടുന്ന ഒരു വീഡിയോ, എത്രയോ മില്യണുകൾ വ്യൂസും ലൈക്സ് ഒക്കെ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈവൻ ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോഴും നമ്മുടെ ജനറേഷനകത്തും ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ ആ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജനറേഷനടക്കം ഉണ്ട്. അപ്പൊ അവരെ എങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയാണോ, അല്ല അവരെങ്ങനെ ഡീൽ ചെയ്യുന്നതാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്? അവരെ നമുക്കൊരിക്കലും എന്താ പറയാ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു ലൈനുണ്ട്, ഞാൻ എവിടെ കേട്ടതാ. അതായത് 50 സ്മാർട്ട് പീപ്പിളിന് ഒരു ഫാക്ട് വെച്ചിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ 50 ഇഡിയറ്റ്സിനെ അല്ല 50 ഫാക്ട്സ് വെച്ചിട്ട് ഒരു ഇഡിയറ്റിന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അവർ ആ ഒരു സാധനം ബ്ലൈൻഡ്ലി വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊരിക്കലും കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ അവർക്ക് തന്നെ തോന്നണം, ഓക്കെ ഞാൻ നിൽക്കുന്നത് റോങ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇൻജസ്റ്റിസിൻ്റെ കൂടെയാണ് എന്നുള്ള അവർക്ക് തോന്നി അവരെന്നെ തയ്യാറാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം അതുമല്ല അതിൻ്റെ കൂടെ ഓൾസോ ജേർണലിസം. അതിപ്പം പുറത്ത് വരുന്ന എന്ത് ടൈപ്പ് ഓഫ് ന്യൂസ് ആണ്, എന്ത് ടൈപ്പ് ഇസ് ദർ പ്രോപ്പഗാൻഡ അതിനായിട്ട്, അത് വേറെ എന്തെങ്കിലും പറയാൻ നോക്കുന്നതാണോ, നമ്മൾ പറയുന്നത് മാറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ, അങ്ങനെ നമ്മളെ ഒരു ബാഡ് ലൈറ്റിൽ ഇടുന്നതാണോ, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം സോ ദ ഓൾഡർ ജനറേഷൻ അത് കണ്ടാൽ വിശ്വസിച്ച് പോകും. ബിക്കോസ് ന്യൂസ് ചാനലാണ്, ന്യൂസ് ചാനൽ കണ്ടാൽ ആരെ വിശ്വസിക്കാത്ത. അപ്പൊ അങ്ങനെ അതില് 2 ടൈപ്പ് അങ്ങനത്തെ ഇതുണ്ട്. എന്താ വെച്ചാൽ ഒരു എന്താ പറയാ, ഒബിയസ്ലി എന്ത് കണ്ടാലും നമ്മൾ സിസ്റ്റത്തിന്റെ കൂടെ തന്നെയാണ് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരു രീതിക്കും മാറ്റമില്ലാത്ത. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഈ ജേർണലിസം കാരണം, ഫാൾസ് ജേർണലിസം, പ്രോപ്പഗണ്ട, മെയിൻ സ്ട്രീം മീഡിയന്റെ പ്രോപ്പഗണ്ട കണ്ടിട്ടും, അല്ലെങ്കിൽ വീട്ടില് ആൾക്കാരെ സംസാരം മാത്രം കേട്ടിട്ടും, ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അത് ബിലീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു തരത്തിൽ അവര് എന്താ പറയാ, ഐ വുഡ് സേ
ഒരു പോയിന്റ് വരെ ദേ ആർ എ വിക്ടിം ഓഫ് ദ പ്രോപ്പഗണ്ട. അങ്ങനത്തെ ഒരു സൈഡ് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ. പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചാൽ ഒരു ഡിസ്കഷനിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് ആക്ച്വൽ എന്താ പറയാ നോൺ ബയാസ്ഡ് ആയിട്ടുള്ള ഒക്കെ കാണിച്ചു കൊടുത്ത് ഇതാണ് സത്യം എന്നുള്ള രീതിക്കൊക്കെ കാണിച്ചു കൊടുത്താൽ മാറ്റാൻ പറ്റും. പക്ഷെ മറ്റേ വിഭാഗത്തിനെ മാറ്റാൻ പറ്റില്ല. ബ്ലൈൻഡ്ലി ഡിവോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഇതിനോട് ചേർത്ത് പറയാനാണ് നീറ്റ് എക്സാം റിസൾട്ടില് ഐ തിങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയ പോയിന്റ് ഒരു സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് റാങ്ക് ആണോ ഫസ്റ്റ് റാങ്ക് ആണോ? ഫസ്റ്റ് റാങ്ക്. അപ്പം എന്തിനാണ് സമരം ചെയ്യുന്നത്? ആ സമയത്ത് കുറച്ചുകൂടെ പഠിച്ചാൽ കുറച്ചുകൂടെ മാർക്ക് കൂട്ടി കിട്ടും. എന്തിനാണ് എല്ലാവരും അവിടെ പോയി സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു, അതും ജെൻസിയിൽ ഉൾപ്പെട്ട കുട്ടിയാണ്, നമ്മുടെ ജനറേഷൻ ആണ്. അപ്പം പ്രിവിലേജ്. അതെ. പ്രിവിലേജ്, ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് ടേം ഓഫ് ദിസ്. പ്രിവിലേജ് എന്ന് പറയുക. കാരണം എല്ലാവർക്കും ഈ ടൈം, പൈസ എന്നൊക്കെ പറഞ്ഞത് ഒരു 2 ബിഗസ്റ്റ് പ്രിവിലേജസ് ആണ്. പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും ടൈം ഇല്ല, എല്ലാവർക്കും പൈസ ഇല്ല. ടൈം മെയിൻലി ടൈം വെച്ചാൽ ഇപ്പോൾ ഇത് പിന്നെ റീടെസ്റ്റ് ചെയ്താൽ പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാനുള്ള ടൈം ചില സ്റ്റുഡൻസിന് ഇല്ല. ഇവർക്ക് ഈ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. കാരണം ചില ഫാമിലിയിൽ ഇവർക്ക് എന്താ പറയുക അത്രയ്ക്കും പ്രഷർ ഉണ്ടാവും. ഇതുകൊണ്ട് ഇനി അടുത്തെത്തണ്ടേ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ട് മുന്നേ കിട്ടിയ ആഗ്രഹങ്ങളും കുറഞ്ഞു പോയിട്ടൊക്കെ അതൊക്കെ ഭയങ്കര നമ്മളെ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും പൊളിറ്റിക്കലായി ഇടപെടേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ജനറേഷനകത്ത് ഉണ്ട് എന്ന് തന്നെയല്ലേ തോന്നുന്നത്. പൊളിറ്റിക്കലി ചർച്ച ചെയ്യാതെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് തന്നെയാണ്. വേറൊരു കാര്യം, പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ കൂടിയിരിക്കുന്ന സമയത്തായാലും ഫ്രണ്ട് സർക്കിളിനകത്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇഷ്യൂസ് പൊളിറ്റിക്കലി ആണെങ്കിലും സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ഒരു മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മുന്നേ ഉള്ള പോലെ തന്നെയാണോ? എൻ്റെ നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സിലോട്ടുണ്ട്. ഞങ്ങൾ യൂഷ്വലി മാർവൽ ആ ഒരു അത് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റീസെൻ്റ്ലി ഞങ്ങൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് സമ്മോൺ സെഡ്, ലൈക്ക് നമ്മൾ വളർന്നു, ആക്ച്വലി നമ്മൾ ഇപ്പോൾ പൊളിറ്റിക്സ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുന്നേ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് അത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ആക്ച്വലി മറ്റു വിഷയങ്ങൾക്കിടയിൽ ഇതും സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത്. മറ്റു വിഷയങ്ങളില്ല എന്നല്ല, പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടെ സംസാരിക്കാൻ പറ്റും. അത് ലൈക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്, കാറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എത്ര പോയാലും ഒരു പോയിന്റിൽ യു വിൽ ഹാവ് ടു ഇന്റർഫിയർ ഇൻ പൊളിറ്റിക്സ്. അത് നടന്നിരിക്കും. കാരണം എന്താ പറയുക, ഇഫ് യു ഡോണ്ട് ഇന്റർഫിയർ ഇൻ പൊളിറ്റിക്സ് വിൽ ഇവൻച്വലി ഇന്റർഫിയർ ഇൻ യു. മനസ്സിലായി? ഇപ്പോൾ പല സ്റ്റുഡൻസ് ഇതിലിപ്പോൾ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, മുന്നേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും പ്രൊട്ടസ്റ്റിൽ. അത് അവരെ ബാധിക്കുമ്പോഴാണ് അവരെ ബാധിച്ചു കഴിഞ്ഞാൽ ഇറങ്ങും. അവിടെയാണ് സംഭവം. നമ്മള് അതാ പറഞ്ഞത്, ഇവൻച്വലി നമ്മളെ പൊളിറ്റിക്സ് നമ്മളെ ലൈഫിലേക്ക് കയറി വരും. അപ്പൊ നമ്മൾ ഇടപെടാണ്ട് നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പൊ എന്തായാലും ആവും. അതാണ് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ ഒരു കാറ്റലിസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇതിക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ ഇത് പൊളിറ്റിക്കൽ ആവണം. അവർക്ക് റെസിഗ്നേഷൻ ഒക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് വോയിസ് മാറ്റേഴ്സ് എന്നുള്ള സംഭവം ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ഫൈറ്റാണ്, നമ്മളെ തന്നെ ഓൺ വേ ഒക്കെ ആകുമ്പോൾ ഒരു എൻകറേജ്മെന്റ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും, സ്റ്റുഡൻസിനൊക്കെ. ഇപ്പം ജെൻസിനെ പറ്റി നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മുൻപുള്ള തലമുറകൾ പറയുന്നതായിരിക്കാം, ജെൻസി ഉത്തരവാദിത്ത ബോധമില്ലാത്തവരാണ്, കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരാണ്, സില്ലിയാണ്, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കാത്തവരാണ്. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ പറയുന്ന ഒരു ജനറേഷൻ ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇത്രയും ടഫുമായിട്ട് ഇതൊക്കെ ഡീൽ ചെയ്യാനും, അതേപോലെ ഇത്ര ഒരു രാഷ്ട്രീയ ബോധം ജെൻസിയിൽ വളർത്തിയെടുത്തത് ഒരു പക്ഷെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു പിയർ ഗ്രൂപ്പ് ആണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ഡിജിറ്റൽ സ്പേസ് ആയിരിക്കും, എന്തായിരുന്നാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? I think കുറച്ചു മുന്നേ വരെ ഫാമിലി ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി മാറ്റേഡ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പും വേറെ ഫ്രണ്ട് ഗ്രൂപ്പ്സിലും ഞാൻ കണ്ടത് അവർ വളർന്ന പൊളിറ്റിക്സും അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവർ കാണുന്ന മീഡിയ, അവർ കൺസ്യൂം ചെയ്യുന്ന ന്യൂസ് ഇത് ഇസ് വെരി ഡിഫറെൻറ്റ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ സോഷ്യൽ മീഡിയ ഹാസ് ഹെൽപ് ടു ചേഞ്ച് അവരെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വാട്ട് എവർ. അങ്ങനത്തെ നമ്മളെ ഗ്രൂപ്പിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെല്ലാവരും ഒരു പൊളിറ്റിക്കൽ ബിലീഫിൽ നിന്ന് വരുന്നതാണ്. നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ബിലീഫ്സ് വരുന്ന, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സ്റ്റിൽ ദർ ഇസ് സ്പേസ് ഫോർ അസ് ടു ടോക്ക് ആൻഡ് എന്താ ഡിഫറെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കാനും ഒന്നിച്ച് നിൽക്കാനുള്ള ഇതുണ്ട്. സോ ഓൾസോ ബയസ്ഡ് ആണ് ആക്ച്വലി സോഷ്യൽ മീഡിയ. നമ്മൾ എത്ര സോഷ്യൽ മീഡിയൻ്റെ മേന്മേനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാലും
സോഷ്യൽ മീഡിയ ആക്ച്വലി ബയസ്ഡാ. ഇപ്പോൾ ഞാൻ കാണേണ്ടത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ ഇനീഷ്യലി ചെറിയ ലീഡിങ് അല്ലെങ്കിൽ ചായ്വുള്ള ആളുകൾക്ക് ഇത് വരുന്ന ഫീഡ് ഫുള്ള് അവരെ അത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറയാം, ഇപ്പോൾ എന്താ പറയുക, BJP-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ആന്റി നാഷണലിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ അത്തരത്തിലുള്ള ന്യൂസുകളായിരിക്കും അവരുടെ ഫീഡ് വരിക. ഇൻസ്റ്റഗ്രാമിലല്ല അത് വരുന്നുണ്ടാവും. നമുക്ക് വന്നത് കൂടുതൽ പ്രൊട്ടസ്റ്റിന്റെ അവിടെയുള്ള അട്രോസിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും രണ്ട് സൈഡും കേട്ടിട്ട് മാത്രം ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഇതിനകത്ത്. പിന്നെ ഇത് റെസ്പോൺസിബിലിറ്റി ഇല്ല ജെൻസിക്ക് എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ എക്സാജറേറ്റഡാ. ഒന്നാമത് മെയിൻലി അത് വീട്ടിൽ ആയിരിക്കും പറയണ്ടാവുക. ബിക്കോസ് ഒന്നാമത് വെച്ചാല് ഞാൻ പറഞ്ഞു പല സ്റ്റുഡൻസിനും പല രീതിക്കുള്ള എന്താ പറയാ സ്പേസ് ആണ് വീട്ടിൽ. ചിലവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത ഒരു കുട്ടിക്ക് ഒരു വീട്ടിൽ ചിലപ്പം ദേ ക്യാൻ ബി ദംസെൽസ്, വേറെ ഫുൾ പൊട്ടൻഷ്യൽ വരില്ല. കാരണം കുറെ വീട്ടിലൊക്കെ ചെറുപ്പം തൊട്ടേ ഓരോന്ന് പറഞ്ഞ് എന്താ പറയുക ഒരു മിനിമൈസ് ചെയ്താണ് ഓരോ പൊട്ടൻഷ്യലൊക്കെ. അങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്ക് ഫുൾ ആവാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവിടെ നിന്ന് പുറത്ത് വന്നാൽ ശരി. ഇപ്പോൾ പുറത്ത് കോഴിക്കോടൊക്കെ വരുമ്പോഴാണ് എൻ്റെ ഒരു ആക്ച്വൽ മൈസെൽഫ് എവിടുന്ന പുറത്തുനിന്ന് ആവാം. ഇപ്പം വീട്ടിലേക്ക് പോയാലും ചിലപ്പോൾ എനിക്ക് ആവാൻ പറ്റണമെന്നില്ല. കുറേ ഉണ്ടാവാം ചെറുപ്പം തൊട്ട് വളർന്നു വന്ന സിറ്റുവേഷൻസ് കാരണമാവാം, അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്, സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതുണ്ട്, സ്പേസ് മാറ്റേഴ്സ്. ഇപ്പൊ വീട്ടിലാന്ന് വലിയ അത് കേട്ടിട്ടില്ല, ഈ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടുള്ള വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സും ജെൻസും എല്ലാവരും അവരവരെ ദർ വെരി പാഷനേറ്റ്. അവർക്ക് അവരുടെ കാര്യത്തിൽ ഒരു പാഷനേറ്റ് ആണ്, റെസ്പോൺസിബിൾ ആണ്. പിന്നെ പൊതുവേ ഉള്ള സോഷ്യൽ കൺസ്ട്രക്റ്റഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഇല്ലാന്ന് പറയുന്നത്. സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവര് വീട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ എന്താ പറയുക എല്ലാം പഠിച്ച് ഫാമിലി ഒക്കെ ആവണം, കുട്ടികളൊക്കെ ആവണം, ആ റെസ്പോൺസിബിലിറ്റി അവരും വരുന്നത്. പക്ഷെ റെസ്പോൺസിബിലിറ്റി അത് മാത്രമല്ല, നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജെൻസി പലരും എൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ എല്ലാവരും അവരെ ഡ്രീംസിന് വേണ്ടി പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതൊക്കെ ദേ ആർ വെരി ഗുഡ് അറ്റ് ദാറ്റ്. ഞാൻ കണ്ടിടത്തോളം പാഷനേറ്റ് റെസ്പോൺസിബിൾ ആണ്, ഓരോ കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരും കാണണമെന്നില്ല, വീട്ടുകാരായാലും നാട്ടുകാരും കാണണമെന്നില്ല. സാബിനൊക്കെ കുറച്ച് എക്സാജറേറ്റഡാ. ഇപ്പൊ ഈ സോ കോൾഡ് എന്താ പറയാ ലൈഫ് സ്റ്റൈൽസിന്, ലവ് മാരേജ്, കരിയർ, ആ ഒരു സാധനത്തിനെ കൂടെ ബ്രേക്ക് ചെയ്ത ഒരു ജനറേഷൻ കൂടെയാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് സെൽഫ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആരെയും കൂടെ നമുക്ക് പറഞ്ഞൂടെ? അതാണ് പറഞ്ഞത്, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് സബ്ജക്റ്റീവ് ആണ്. അവരുടെ ജനറേഷൻ അത് ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഈ ഒരു പ്രായമാകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ആ ഒരു പ്രായമാകുമ്പോൾ അങ്ങനെ ചെയ്യണം. അതാണ് നമ്മൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാനൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന ചോദ്യം എന്താണ് നീ ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ അതാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏൺ ചെയ്ത് തുടങ്ങണം. കുറച്ച് കഴിഞ്ഞാൽ വീട് വെക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് അങ്ങനെ ആയിരുന്നു. ഇത് നമ്മുടെ ജനറേഷൻ മാറുമ്പോൾ ഇത് മാറുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ ലൈക്ക് എന്താ പറയുക എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. ഐ തിങ്ക് വിത്ത് എവറി ജനറേഷൻ അങ്ങനെ തന്നെയാണ്. ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ വരുമ്പോ എപ്പോഴും അങ്ങനെ തന്നെയാ പറയാ, നിങ്ങൾ അതൊന്നും ചെയ്യൂല, നിങ്ങൾ ഫുൾ ടൈം TV ഫോണ്. TV വന്നപ്പോ എല്ലാരും TVന്റെ മുകളിലെ, അപ്പൊ അതിനെ കുറ്റം പറയാൻ തുടങ്ങി. പിന്നെ ഫോണ് വന്നപ്പോ നമ്മളെല്ലാരും ഫോൺ എഡിക്ട്സ് ആയി എന്ന് പറഞ്ഞ്. സോ എല്ലാ ജനറേഷനിലും അങ്ങനെ ഉണ്ട്. ബ്രേക്കിംഗ് ദാറ്റ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയാം. ഈ ഒരു സമരം ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു, ഇങ്ങനെ ഒരു മൂവ്മെന്റ് കഴിഞ്ഞു. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇവർ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നു, ഇതൊരു വൺ ടൈം വണ്ടറായി ഒതുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ ഇനി വരുന്ന ഇൻസിഡൻസ് എന്തായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഓർഗനൈസ് ചെയ്യപ്പെടുക എന്നുള്ളൊരു കുറച്ചും കൂടെ എന്താ പറയുക ആർട്സ് അങ്ങനെയുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് ഒക്കെ ചെയ്തു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഈ സ്കെയിലിലേക്ക് ഇനി എത്താൻ പറ്റുമോ എന്നുള്ളത് ഷുവറല്ല. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്. അപ്പം അതിനെതിരെയൊക്കെ ആരെങ്കിലും ഇത് ലീഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതിപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്.
ഇപ്പോൾ ഇതിന് സോനം വാങ്ചുക് മുന്നിട്ടിറങ്ങിയതുകൊണ്ട് അതിന് CJP പോയി. നമ്മൾ അവരെ എന്താ പറയുക സോളിഡാരിറ്റി സോളിഡാരിറ്റി കൊടുത്ത് ഒരു ഇവിടെ പ്രൊട്ടസ്റ്റ് നടത്തി. അങ്ങനെ ഇതിനെ ലീഡ് ചെയ്യാൻ ആരെങ്കിലും വരുന്ന എത്രത്തോളം എന്തായാലും വരും, ആരെങ്കിലും വരും, എന്തെങ്കിലും ഇതിനൊക്കെ എല്ലാത്തിനെതിരെയും ആളുകൾ വരും. അപ്പോൾ അവർക്കൊക്കെ സോളിഡാരിറ്റി കൊടുക്കാനും ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനിയും ഇങ്ങനെ പ്രൊട്ടസ്റ്റിനത് പ്രതീക്ഷിക്കണം അത് ഉണ്ടാവണം, എന്തായാലും ഉണ്ടാവണം. കാരണം ഞാൻ നോട്ടീസുള്ള ഒരു കാര്യം നമ്മളൊക്കെ നോട്ടീസ് ഉണ്ടാവും, എന്ത് ആ ഒരു റെസിഗ്നേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഡൗൺ ആയി എനർജി. അത് ആക്ച്വലി നല്ലൊരു കാര്യമല്ല. കാരണം ഒന്ന് പറഞ്ഞില്ല, ഇത് സ്റ്റാർട്ടാണ്, ഇത് ബിഗിനിങ് മാത്രമാണ്. നമ്മൾ ഇപ്പൊ നടന്ന വളരെ നല്ല സംഭവം, പ്രൊട്ടസ്റ്റിന് എല്ലാവരും ഇറങ്ങി, പക്ഷെ ആ എനർജി കീപ്പ് ചെയ്യാൻ പറ്റണം. അതൊരു വൺ ടൈം ഡ്രൈവ് ഒതുങ്ങി പോകരുത്. കാരണം ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരും, എന്തായാലും ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്രക്കും കറപ്ഷൻ നമ്മളെ ഗവൺമെന്റിലും സിസ്റ്റത്തിലുണ്ട്. ഇനിയും ഫൈറ്റ് ചെയ്യേണ്ട എന്തായാലും വരും. അപ്പോൾ ഇത് ഇപ്പൊ ഇതിപ്പോ എല്ലാവരും ട്രെൻഡിങ് ആയി ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നു എന്നുള്ള റീസൺ മാത്രമാവരുത്. എല്ലാവരും, എനിക്ക് പറയാനുള്ള എല്ലാ യൂത്ത് മൊത്തം അവെയർ ആവണം, പൊളിറ്റിക്കലി അവെയർ ആയിരിക്കണം. ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, ഇതിന് ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിക്ക് ഇനിയും ഇതന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനർജി കൊടുക്കണം അങ്ങോട്ടേക്കും ഫോർവേഡായിട്ട്. എന്തായാലും ഐ ഡോണ്ട് തിങ്ക് ഇത് വെച്ച് ഇങ്ങനെ ഡൗൺ ആയി പോകുന്നു എന്തായാലും തോന്നില്ല. ബിക്കോസ് ഇഫ് എനിത്തിങ് ഇപ്പം ദ യൂത്ത് ഇസ് മോർ എഡ്യൂക്കേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. അതിപ്പോൾ ഓൾ ദി അതർ ഇഷ്യൂസ് വേറെ സ്റ്റേറ്റ്സിൽ നടക്കുന്നതാണെങ്കിലും ആൾക്കാർ മോർ ദൻ ദ യൂസ് ടു ഇപ്പോൾ അറിയുന്നുണ്ട്. സോ ആ ഒരു സ്ട്രെങ്ത് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ എന്തായാലും നടക്കേ. ഇപ്പം എത്രയും വലിയൊരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി കുറെ സർക്കിള് അതിലെല്ലാം ഉൾപ്പെട്ടു. അപ്പം ഈ ഒരു യൂത്തിനോട് ഇതിനൊക്കെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? യൂത്തിനോട് പറയാനുള്ള വെച്ചാല് കീപ് ബീങ് പൊളിറ്റിക്കലി അവെയർ. പ്രൊട്ടസ്റ്റിനൊക്കെ ഇനിയും കൂടാ, ഈ എനർജി കീപ്പ് ചെയ്യുക, കീപ് ഫൈറ്റിംഗ് എന്ന് തന്നെയാണ്. അതായത് ഇതോടെ അവസാനിക്കുന്നില്ല, ദിസ് ഇസ് ജസ്റ്റ് ബിഗിനിങ് ഓഫ് ദി എൻഡ്. നമ്മളെ കറപ്റ്റ് സിസ്റ്റം പൊളിച്ച് മാറ്റി റിഫോം ആവാൻ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാലും ചെയ്യണം. എല്ലാം നമ്മൾ ഈ സംഭവം വെച്ചാൽ പൊളിറ്റിക്കലി അവെയർ ആവലും പ്രൊട്ടസ്റ്റും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. നമ്മളെ റൈറ്റ് ആണത്, നമ്മൾ ചെയ്യാൻ വേണത്. ബിഗിനിങ് ഓഫ് ദി എൻഡ് മാത്രമല്ല, എൻഡ് ഓഫ് ദ ബിഗിനിങ് തുടങ്ങി. അപ്പോൾ ഇനി വരുന്നതൊക്കെ സെക്കൻഡ് ഫേസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും.